നമസ്കാരം. സൗന്ദര്യം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം എന്താ വരിക? മിക്കവാറും കാഴ്ചയിലുള്ള ഒരു ഭംഗി, അല്ലേ? പക്ഷേ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ സൗന്ദര്യമെന്ന് പറഞ്ഞാൽ അതിനും ഒരുപാട് അപ്പുറത്തേക്ക് പോകുന്ന നല്ല ആഴമുള്ളൊരാശയമാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇസ്ലാമിലെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളുടെയും അടിത്തറയെന്ന് പറയുന്നത് ഈ ഒരു പ്രവാചക വചനമാണ്. അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. ഇതൊരു വെറും വാചകമായിട്ട് കാണരുത്. നമ്മുടെ ജീവിതത്തിൽ സൗന്ദര്യം കണ്ടെത്താനും അത് പകർത്താനുമുള്ള ഒരു വലിയ പ്രചോദനമാണ് ഇതിലുള്ളത്. അപ്പോൾ ശരി, എന്താണ് ഈ പറയുന്ന സൗന്ദര്യം? അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ, അതോ അതിനപ്പുറം നമുക്ക് കാണാൻ പറ്റാത്ത തലങ്ങളൊക്കെ അതിനുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് ഒരുമിച്ച് അന്വേഷിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് നമ്മൾ ഈ കാണുന്ന എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഉറവിടം ഒന്നേയുള്ളൂ, അത് ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഓരോ മനോഹരമായ കാര്യവും ആ ദൈവിക സൗന്ദര്യത്തിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണ്. അതായത് നമ്മൾ പ്രകൃതിയിലോ ഒരു കലയിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ തന്നെയോ സൗന്ദര്യം കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് സൃഷ്ടാവിൻ്റെ ആ പൂർണ്ണതയുടെ ഒരു കണികയാണ്. അതുകൊണ്ടുതന്നെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരുതരം ആത്മീയമായ ചിന്തയായിട്ട്, ഒരു ഇബാദത്തായിട്ട് പോലും മാറുന്നു. ശരി, ഇനി ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിലും പ്രവാചക വചനങ്ങളിലുമൊക്കെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഈ വിഷയത്തിന് കുറച്ചുകൂടി വ്യക്തത കിട്ടും. പ്രമാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും ആദ്യം ഊന്നൽ നൽകുന്നൊരു കാര്യം സൃഷ്ടിപ്പിലെ സൗന്ദര്യമാണ്. അല്ലാഹു ഉണ്ടാക്കിയ ഓരോന്നിനും അതിൻ്റേതായൊരു ഭംഗിയും കൃത്യതയുമുണ്ട് എന്ന് ഖുർആൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഖുർആൻ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവൻ സൃഷ്ടിച്ച സകലതും മനോഹരമാക്കിയവനാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? സിമ്പിളായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ ചെറിയ കണിക പോലും ഒരു വലിയ കലാകാരൻ്റെ, അതായത് ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. വെറുതെയാണ് സംഭവിച്ചതൊന്നുമല്ല, എല്ലാത്തിനും ഒരു കൃത്യമായ അളവും ഭംഗിയും ഒരു പ്ലാനുമുണ്ട്. എന്തിനേറെ, കന്നുകാലികൾ രാവിലെ മേയാൻ പോകുന്നതും വൈകുന്നേരം കൂട്ടിലേക്ക് തിരികെ വരുന്നതും പോലുള്ള വളരെ സാധാരണമായ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലെ ഒരു കാഴ്ചയില്ലേ, അതിൽ പോലും സൗന്ദര്യമുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിലെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ആഴത്തിലുള്ള സൗന്ദര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്താനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി കാഴ്ചയിലെ സൗന്ദര്യത്തിൽ നിന്ന് നമുക്ക് പ്രവൃത്തിയുടെയും സ്വഭാവത്തിൻ്റെയും സൗന്ദര്യത്തിലേക്ക് വരാം. ഇസ്ലാമിൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. ഈ വചനം നോക്കൂ, വളരെ ലളിതമാണ്, പക്ഷേ ഇതിൻ്റെ ആശയം ഭയങ്കര വലുതാണ്. ആളുകളോട് മനോഹരമായി സംസാരിക്കുക. അതായത് സൗന്ദര്യം എന്നത് നമ്മുടെ സംസാരത്തിലുമുണ്ടാകണം. നല്ല വാക്കുകൾ പറയുന്നത്, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്നത്, ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ്. ഇത് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ആഴത്തിലുള്ളൊരു സൗന്ദര്യമാണല്ലേ? അല്ലാഹു വിലയിരുത്തുന്നത് നമ്മുടെ പുറമേയുള്ള രൂപമോ നമ്മുടെ കയ്യിലുള്ള പണമോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കർമ്മങ്ങളെയുമാണ്. ഇതിന്റെ അർത്ഥം പുറമേയുള്ള സൗന്ദര്യത്തിന് ഒരു സ്ഥാനവുമില്ല എന്നല്ല, മറിച്ച് ആന്തരിക സൗന്ദര്യത്തിനാണ് യഥാർത്ഥത്തിൽ മൂല്യമുള്ളത്, അതിനാണ് മുൻഗണന എന്നാണ്. ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ആശയങ്ങളെയൊക്കെ വളരെ ചിട്ടയോടെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ സൗന്ദര്യത്തെ പല തലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുമുണ്ട്. നമുക്കതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമെന്ന് നോക്കാം. പ്രമുഖ പണ്ഡിതനായ ഇമാം ഗസാലി സൗന്ദര്യത്തെ ഒരു 3 തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തേത് ബാഹ്യ സൗന്ദര്യം, അതായത് നമ്മുടെ ശരീരം, നമ്മുടെ രൂപം, ഇതൊക്കെ. രണ്ടാമത്തേത് ആന്തരിക സൗന്ദര്യം, ഇത് നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ ഹൃദയത്തിലെ നന്മയാണ്. ഇനി മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നുണ്ട്, അതാണ് ആത്മീയ സൗന്ദര്യം. എന്നുവെച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു ശുദ്ധിയുണ്ടല്ലോ, ആ ദൈവിക ഗുണങ്ങളോടുള്ള ഒരടുപ്പം, അതാണ്. അപ്പോൾ ഈ പുറമേയുള്ള സൗന്ദര്യത്തിൽ നിന്ന് തുടങ്ങി ആത്മാവിൻ്റെ സൗന്ദര്യത്തിലേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനം. ശരി, ഈ പറഞ്ഞ തിയറിയൊക്കെ ഒരു വിശ്വാസിയുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകടമാകേണ്ടത്? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആരാധനകളിലുമൊക്കെ സൗന്ദര്യത്തിന് നല്ലൊരു സ്ഥാനമുണ്ട്. ശുചിത്വം വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ന പ്രവാചക വചനം തന്നെ എടുക്കാം. വൃത്തിയുള്ള ശരീരവും വസ്ത്രവും ഒരു ആത്മീയ ശുദ്ധിയുടെ ഭാഗം കൂടിയാണ്. അതുപോലെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുന്നത്, സുഗന്ധം ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഈയൊരു സൗന്ദര്യബോധത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് ആന്തരിക സൗന്ദര്യത്തിലേക്ക് വരാം. ഇസ്ലാമിൽ ഇതിനെ ഹുസ്നുൽ ഹുലുക്ക് എന്ന് പറയും. അതായത് ഏറ്റവും നല്ല സ്വഭാവം, വിനയം, ക്ഷമ, ദയ, സത്യസന്ധത, ഇതുപോലുള്ള ഗുണങ്ങളാണ് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ സുന്ദരനാക്കുന്നത് അല്ലെങ്കിൽ സുന്ദരിയാക്കുന്നത്. ഈ സൗന്ദര്യത്തിന് കാലം കഴിയുന്തോറും മങ്ങേൽക്കില്ല, കൂടുകയുള്ളൂ. എന്തിനധികം പറയുന്നു, നമ്മുടെ ആരാധനകൾക്ക് പോലും ഒരു സൗന്ദര്യമുണ്ട്.
ഇഹ്സാൻ എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അല്ലാഹുവിനെ കൺമുന്നിൽ കാണുന്നതുപോലെ അത്രയും പൂർണ്ണതയോടെ ആരാധിക്കുക. ആത്മാർത്ഥതയോടെയും ഭയഭക്തിയോടെയും ചെയ്യുമ്പോൾ നമ്മുടെ നിസ്കാരവും മറ്റ് ആരാധനകളുമെല്ലാം കൂടുതൽ മനോഹരമായി തീരും. അപ്പോ പുറമേയുള്ള സൗന്ദര്യത്തെക്കുറിച്ചും ഉള്ളിലുള്ള സൗന്ദര്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇസ്ലാം ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം തിരഞ്ഞെടുക്കാൻ പറയുന്നില്ല. മറിച്ച് ഇവ രണ്ടും തമ്മിൽ കൃത്യമായ ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താനാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് നോക്കൂ, നമ്മുടെ ബാഹ്യ സൗന്ദര്യം അത് അല്ലാഹു തന്നൊരനുഗ്രഹമാണ്. ഈ ലോകത്ത് അത് വിലമതിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ആന്തരിക സൗന്ദര്യമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. അതിനാണ് പരലോകത്ത് യഥാർത്ഥ മൂല്യമുള്ളത്. അപ്പോൾ രണ്ടും വേണം. പക്ഷെ മുൻഗണന എന്തിനാണ് കൊടുക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈയൊരു ഖുർആൻ വചനം ആ ബാലൻസിനെ ഏറ്റവും മനോഹരമായി പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ അന്തിമ ലക്ഷ്യം പരലോകം തന്നെയായിരിക്കണം. പക്ഷേ അതോടൊപ്പം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തെയും അതിലെ സൗന്ദര്യങ്ങളെയും ആസ്വദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം: അത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, യഥാർത്ഥ ഇസ്ലാമിക സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു സമഗ്രമായ അവസ്ഥയാണ്. നമ്മുടെ പുറമേയുള്ള വൃത്തിയും ഭംഗിയും നമ്മുടെ ഉള്ളിലെ നന്മയുടെയും വിശ്വാസത്തിന്റെയും ഒരു കണ്ണാടിയായി മാറണം. അപ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണമായ അർത്ഥത്തിൽ സുന്ദരനായിത്തീരുന്നത്. അവസാനമായി നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ വസ്ത്രധാരണത്തിൽ, എന്തിന് നമ്മുടെ ചിന്തകളിൽ പോലും ഈ ദൈവിക സൗന്ദര്യത്തെ നമുക്കെങ്ങനെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും? ഇതൊരു ചിന്തയായി നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.